അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോകണം. തിരുവനന്തപുരത്ത് 5 തെങ്ങിൽ വീട്ടിനുള്ളിൽ തീപിടുത്തമായി ഉണ്ട് എന്നൊരു വാർത്ത വരുന്നു. ഇപ്പോഴും തീ കത്തിപ്പടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗോപാൽ ശില സനലുണ്ട് ഇപ്പോൾ സ്ഥലത്ത്. ഗോപാല, വീടിനുള്ളിൽ ആരുമില്ലല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. അരുൺ, വീടിനുള്ളിൽ തീ പൂർണ്ണമായും കത്തിപ്പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അല്പനേരം മുൻപ് വരെ ഇവിടെ കാണാൻ സാധിച്ചത്. തിരുവനന്തപുരം 5 തെങ്ങ് സ്വദേശിയായ മെറ്റിൽഡ എന്ന സ്ത്രീയുടെ വീട്ടിലാണ് വീടിന്റെ ഹാളിൽ തീ കത്തിപ്പടർന്നത്. വീടിന്റെ ഹാളിൽ വെച്ചിരുന്ന സാമ്പ്രാണി തിരിയിൽ നിന്ന് തീ കത്തിപ്പടർന്നതോടുകൂടിയാണ് ഹാളിലേക്ക് മുഴുവനും തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഹാൾ മുഴുവനും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കണ്ണാടിക്ക് സമീപത്തായിരുന്നു ഈ സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരുന്നത്. അവിടെ നിന്ന് ആ കർട്ടനിലേക്ക് ആ തീ പടരുകയും തുടർന്ന് ആ ഭാഗത്ത് പൂർണ്ണമായും തീ കത്തിപ്പിടിക്കുകയുമായിരുന്നു. തുടർന്നിപ്പോൾ ആ ഗ്ലാസുകൾ മുഴുവനും പൊട്ടി തകർന്ന് നിലത്ത് വീണ് കിടക്കുന്ന സ്ഥിതിയാണ്. തുടർന്ന് ഈ നാട്ടുകാരും ഈ പ്രദേശവാസികളും ഒക്കെ ചേർന്ന് പെട്ടെന്ന് തീ അണയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്തെ, അതായത് ആ സാമ്പ്രാണിത്തിരി കത്തിച്ചിരുന്ന ഭാഗത്തുണ്ടായിരുന്ന കസേരയും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ കത്തി നശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഈ അമ്മ, നമ്മുടെ പുഞ്ചിത അമ്മ, എന്താ ശരിക്കും സംഭവിച്ചത്? മോനെ, സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചിട്ട് അമ്മ പ്രാർത്ഥന പഠിച്ചു തീർന്നപ്പോൾ അമ്മ തുണി ഒത്തിരി ഇരുന്നത് കഴുകിയിടാൻ വേണ്ടി പോയി മോനെ. അങ്ങനെയാണ് ഇത് വന്നു കൊടുക്കാൻ നോക്കിയപ്പോൾ നാറ്റങ്ങ ഓടി ഇറങ്ങിയപ്പോഴാണ് ഈ നാറ്റങ്ങ തീ കത്തണത് കണ്ട് 3-4 മക്കൾ ഓടി വന്നു. ഇത് നടക്കണയായിട്ട് കണ്ടത് മോനെ. അപ്പോൾ ഈ രാവിലെ അമ്മ തന്നെയാണോ ഈ കത്തിച്ച് വെച്ചത്? അമ്മ കത്തിച്ച് വെച്ച 5 മണിക്ക് കത്തിച്ച് വെച്ച മോനെ. അവിടെ പൊട്ടിത്തെറിക്കണ മോനെ. തന്നെ ഉള്ളോ ഇവിടെ? തന്നെ ഉള്ളു, ആരുമില്ല മോനെ. ഒറ്റക്കാരൊക്കെ എന്ത് 2 മക്കൾ, ഒന്ന് വലിയൊറയാണ് താമസിക്കുന്നത്, വാടകയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ അമ്മ ഈ രാവിലെ സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിൻഭാഗത്തേക്ക് തുണി കഴുകുന്നതിന് വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് ആ സാമ്പ്രാണിത്തിരിയിൽ നിന്നുള്ള തീപ്പൊരി. ഫയർഫോഴ്സിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടത്തെ എത്തിച്ചേരാനൊരു കാലതാമസം, ഒരു സമയ പ്രശ്നമുള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരേണ്ട ഒരു മൊത്തം കത്തിപ്പിടിക്കൂ. അല്ല, ഈ ഹാളിലാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. നല്ല ചൂടും പുകയുമാണ്. അതെ, നമ്മളടക്കമുള്ളവർ ചേർന്നാണ് ഇവിടെ, ഈ പ്രദേശത്തെ ചെറുപ്പക്കാരൊക്കെ ചേർന്നാണ് ഈ തീ അടച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഹാളിലുള്ള ഈ ഭാഗത്ത് പൂർണ്ണമായും കത്തിനശിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുള്ള പ്രദേശവാസികളായുള്ള ചെറുപ്പക്കാരാണ് ഇത് അണച്ചത്. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ നിന്നൊക്കെ പുകയൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും ഇത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും ഓർക്കാപ്പുറത്ത് ഇങ്ങനെയൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്ര വലിയ അപകടത്തിലേക്ക് ഇത് പോകുമെന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്താ സംഭവിച്ചെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുള്ളൂ. രാവിലെ 5 മണിക്ക് നമ്മുടെ അമ്മച്ചി അവിടെ ഈ തിരി കത്തിച്ചു വെച്ചതാണ്. 2 കാര്യങ്ങൾക്ക് നമ്മൾ സാധാരണ തിരി കത്തിച്ചു വയ്ക്കും. ഒന്ന് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്, അതല്ലെങ്കിൽ കൊതുകിനെ ഓടിക്കാൻ. അപ്പോൾ എന്തായാലും ഈ തിരി അങ്ങോട്ട് കത്തിച്ചു വെച്ചു. തിരി കത്തിച്ചു വെച്ചതിന് ശേഷം അതെവിടെയാണ് കത്തിച്ചു വെച്ചത്? അത് എനിക്ക് തോന്നുന്നത് അത് ഈ ജനലിൻ്റെ പടിയിലാണ്. അപ്പോൾ അതിനോട് ചേർന്നൊരു കട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ടന് കയറി പിടിച്ചു. അങ്ങനെ കട്ടൻ പതുക്കെ തീ പിടിക്കുന്ന സമയത്ത് ഈ അമ്മ വീട്ടിലുമില്ല. അമ്മ 5 മണിക്ക് കത്തിച്ച് വെച്ചിട്ട് വീടിന് പുറത്തേക്കാണ്ട് ഇറങ്ങിയതാണ്. പിന്നെ നോക്കുന്ന സമയത്ത് തീ അങ്ങ് കത്തിപ്പടർന്നു. അതാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ ഒരു കാരണവശാലും കത്തുന്ന സാധനങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും തുണിയുടെയോ ഏതെങ്കിലും കട്ടൻ്റെയോ ഏതെങ്കിലും ഫർണിച്ചറിൻ്റെയോ അടുത്തേക്കൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ വെച്ചേക്കരുത്. തിരിച്ചു വരുന്ന സമയത്ത് കട്ടനും കാണൂല, വീടും കാണൂല. അതാണ് അവസ്ഥ. അപ്പോൾ സാധാരണ രീതിയിലൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ടൊക്കെ നമ്മൾ ഈ തിരികൾ കൊളുത്തി വയ്ക്കും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. പ്രാർത്ഥനയൊക്കെ ആവാം. പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീടൊക്കെ വേണം. അപ്പോൾ ആലോചിച്ചോളൂ.